ഈ അമ്മയ്ക്ക് വിളിക്കാൻ കണ്ടൊരു നേരം. തുമ്പി തുമ്പി വാവ തുമ്പത്തണ. ആ ഗ്യാസ് ഒന്ന് കണക്ട് ചെയ്തേ. നേരെ കണക്ട് ചെയ്യണേ. ചേട്ടാ ചേട്ടാ, എന്റെ ആപ്പിൾ എന്തിയെ? ആപ്പിളോ? ഇതെന്റെ ആപ്പിളാ. അത് മനസ്സിലായി. എന്റെ മുറിയിൽ വെച്ചിരുന്ന ആപ്പിൾ എന്തിയാ ചോദിച്ചത്? ഞാനും കണ്ടില്ല. നീ അല്ലാതെ വേറെ ആരും എടുക്കത്തില്ല. എവിടെ? എന്താണ് ഒരു ബഹളം? നേരെ നോക്കി ഇവന്മാര് തമ്മിൽ കീരിയും പാമ്പുവാ. എന്റെ ആപ്പിൾ കാണുന്നില്ല. നിന്റെ ആപ്പിളോ? ഓഹോ, ഫ്രിഡ്ജിലിരുന്ന അച്ഛന്റെ ആപ്പിൾ ഇപ്പൊ മക്കളാണോ തിന്നുന്നത്? അച്ഛന്റെ ആപ്പിൾ അച്ഛൻ തന്നെ തിന്നു കാണും. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച ആപ്പിളാ. അതാ ചേട്ടൻ എടുത്തത്. സത്യമായിട്ട് ഞാൻ എടുത്തില്ല അച്ഛാ. എന്റെ രണ്ട് ആപ്പിളുള്ളപ്പോ നിന്റെ ആപ്പിൾ എനിക്ക്. പിന്നെ എവന്റെ ആപ്പിൾ എവിടാ? അതാര്? ഇപ്പോഴെനിക്ക് മനസ്സിലായി ഒറിജിനൽ ആപ്പിൾ ആരാണ് എടുത്തതെന്ന്. കാണിച്ചു തരാം. ബാബാ ഓമിന് കൂട്ടുമ്പിള്ള അണ്ണ, എന്റെ അണ്ണ, അണ്ണ ഇല്ലാതെ. അയ്യോ, എന്താ ഇത്? ആപ്പിളിൽ വിഷോ? ആപ്പിളിൽ വിഷമല്ല, മദ്യം. അതെ, അച്ഛൻ കുത്തിവെച്ച മദ്യം. ഇത്രയും നാളില് പറ്റിച്ചല്ലേ? നാടകത്തെ കുറിച്ച് നീ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാനിനി എന്ത് പറയാൻ? ഒരു ദിവസം ഒഴിവില്ലാതെ നാടകം കളിക്കുന്ന ഉറപ്പായില്ലേ? കിളവന്മാരാണെങ്കിൽ ഭയങ്കര ഹരത്തില. അവരിന് ഈ പ്രസ്ഥാനം ഉപേക്ഷിച്ച് പോകുന്ന ലക്ഷണം കാണുന്നില്ല. നിനക്കൊക്കെ അത് പോരെ? കഴിഞ്ഞ 4 വർഷമായിട്ട് എന്റെ നില ആകെ പറഞ്ഞില്ലാടാ. സഹകരിച്ചൊക്കെ അങ്ങനെ വലിയ കളിയൊന്നുള്ള ട്രൂപ്പിലായിരുന്നില്ല. ഈ നാടകം കളിക്കുന്ന ഉറപ്പായപ്പോഴേ ഒരു സമാധാനമായത്. ഇനിയിപ്പോ ഈ വർഷം വീടൊക്കെ ഒന്ന് ചന്തമാക്കണം. ദൈവം സഹായിച്ച് അടുത്ത വർഷത്തെ നാടകവും ഒരു 100-300 ശേതെങ്കിലും കളിച്ചാലേ അനിയത്തിയുടെ കാര്യത്തിൽ ഇത്തിരി പൊന്ന് കരുതിയിരിക്കായിരുന്നു. നാടകത്തിൽ എന്റെ കോമഡി എങ്ങനെ ഏറ്റു. അഭിനേതാക്കൾ ആരും മോശമായില്ല, പ്രത്യേകിച്ച് രജനി. ആ കുട്ടി വളരെ നന്നായിട്ട് അഭിനയിച്ചു. രജനി ഇവിടെ ഉണ്ട്. അഭിനന്ദനം നേരിട്ട് തന്നെ പറഞ്ഞോളൂ. ഇതൊക്കെയല്ലേ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഒരു പ്രചോദനം. ഞാൻ വിളിക്കാം. രജനി, രജനിക്ക് ആളെ മനസ്സിലായോ? തമ്പി സാറിന്റെ മോന് ജയമോഹൻ. ഇവിടെ ബാങ്കിലാ ജോലി. അറിയാം, സതി പറഞ്ഞിട്ടുണ്ട്. സുഗന്ധിയുടെ റോളിൽ ഇയാള് വളരെ നന്നായി. അത് പറയാനാണ് വിളിച്ചത്. പോട്ടെ. പാവ. ആ പിഞ്ഞാണത്തിലെ വെള്ളത്തിലുണ്ടാ ഒരു ഉളുമ്പുനാറ്റം. ഏത് പിഞ്ഞാണത്തിലെ വെള്ളത്തിന്? ആ കുളിപ്പരയെ വെച്ചേക്കുന്ന മുട്ടൻ പിഞ്ഞാണത്തിലെ മോന്ത കഴിയപ്പോ ഭയങ്കര ഉളുമ്പുനാറ്റം. അതുകൊണ്ട് ഞങ്ങാ കുടിച്ചില്ല. നിങ്ങൾ എവിടുന്ന വെള്ളം എടുത്തെന്ന് പറ. വാ, കാണിച്ചു തരാം. അറിയുന്ന എന്റെ ഈശോയെ. സന്തോഷേ, സതീഷേ, ഇനി വാ മക്കളെ. കുറെ ദിവസമായി ശ്രദ്ധിക്കുന്നു. ഒരു പെണ്ണിനെ കണ്ടാൽ ആരും നോക്കിപ്പോവും. പക്ഷെ അതിനല്ല ഞാൻ തല്ലിയത്. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് ആരെങ്കിലും ഒരാൾ അവളെ നോക്ക്. എന്നാലേ വീഴൂ. കേട്ടോടാ മക്കളെ? കൊള്ളാം, നല്ല തന്ത. മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം കൊള്ളാം. ഇപ്പൊ മതിയാളാം. ഇല്ല, അവള് നോക്കിയതില്ല ചേട്ടാ. ഒന്ന് പോടാ. ഇവളവിടെ എന്ത് ചെയ്യാ? ചെറിയാച്ചൻ ഇറങ്ങുമ്പോ താരെ ഒരുങ്ങിയിട്ടില്ലായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ എത്താന്ന് പറഞ്ഞ് പോയതല്ലേ? എന്നാൽ അമ്പലം വഴി പോട്ടെ, വഴിന്ന് കയറ്റാ. എന്താ അതാ നല്ലത്. ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട. ഇന്ന് 2 കളിയുള്ളതാ. ഇന്ന് ഡബിളാ. ചോദിച്ചു. എന്താ കാര്യം?
ഇന്നത്തെ 2 നാടകം നടക്കത്തില്ല, താഴെ മുങ്ങി. പവനക്കുട്ടമ്പലത്താന്റെ മൂത്ത മോനുമായിട്ടുള്ള ഒളിച്ചോടി. പ്രിയപ്പെട്ട അച്ഛ, എന്റെ മിമിക്രി കേട്ട് ചിരിച്ചിരിച്ച് താര എന്നെ സ്നേഹിച്ചു, ഞാൻ അങ്ങോട്ടും സ്നേഹിച്ചു. ഞങ്ങൾ പോവുകയാണ്. അച്ഛനും അമ്മയും ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന സ്വന്തം മകൻ സതീഷ്. അമ്മ വലിച്ചെറിയില്ലേ, പൊട്ടുന്ന സാധനങ്ങൾ കാണും. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടിയാ അവര്. കൊണ്ടുപോട്. എന്നിട്ട് പറ, നാടകക്കാരെ ഒരുത്തരെ എന്നെ കൺമുമ്പിൽ കണ്ടുപോരുതെന്ന്. എന്നാ അച്ഛന്റെ തുണിയും കൂടി എടുത്തോ. നാണം മാനമുള്ളവർക്കല്ലേ തുണി, അത് പോയില്ലേ? ചേട്ടൻ നാടകക്കാരുടെ കൂടെ പോയതിന് അച്ഛന്റെ നാടകം എങ്ങനെയാ പോകുന്നത്? ചേട്ടന്റെ നാടകം പോയി കാണും. പോയിട്ട് 3 ദിവസം കഴിഞ്ഞില്ലേ. പോണുണ്ടോ എന്റെ മുമ്പിന്ന്? അവന്റെ പേര് ഇവിടെ ശബ്ദിച്ചു പോരുത്. എത്ര ദിവസം കരുതി ഇവിടെ ഇങ്ങനെ കഴിയുന്നത്? സാറ് വീട്ടിലോട്ടില്ലേ? പരിമളനത് പറയാം. കയ്യോ കാലോ വളരുന്നോന്ന് നോക്കി വളർത്തിയ മോനാ വഴിയാധാരമായത്. സുമിത്രയോട് ഞാൻ എന്ത് സമാധാനം പറയും? മക്കളുടെ രണ്ടിന്റെയും സ്വഭാവം ശരിക്കും അറിയാവുന്ന സ്ഥിതിക്ക് താരയെ കൊണ്ടുവന്ന് എതിരെയുള്ള വീട്ടിൽ താമസിപ്പിച്ച് തീരെ ശരിയായില്ല. കണ്ണും കൈയും കാണിച്ച് ആമ്പിളരെ വീഴ്ത്താനേ ബഹുമിടിക്കുക അവള്, അല്ലേ? അവള് കണ്ണ് കാണിച്ചു വെച്ച് സതീശൻ ഇറങ്ങി പോണോ? ഞാൻ പ്രൊഫഷണൽ നാടകരംഗത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 15 കഴിഞ്ഞു. ഇതിനിടയിൽ എത്രയോ സുന്ദരികളായ ചെറുപ്പക്കാരികൾ എന്നെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ സ്വയം നിയന്ത്രിച്ചു നിന്നില്ലേ? നിനക്കതിനുള്ള ത്രാണിയുണ്ട്. പണ്ടേ നാടകക്കാരെ കുറിച്ച് ചീത്തപ്പേരാ. താര കാണിച്ചത് ബുദ്ധിമോശായിപ്പോയി. ഓമന ചേച്ചി എന്താ ഒരു അഭിപ്രായം പറയാതെ ഇങ്ങനെ കുന്തം വിഴുങ്ങിയത് പോലെ നിൽക്കുന്നേ? ആ, അഭിപ്രായം പറയാൻ ചേച്ചിയുടെ പല്ല് അവിടെ ആയി പോയില്ലേ? ഓ, ആ പല്ലുതാ വന്നല്ലോ. നിന്റെ അമ്മ അടങ്ങിയോടാ? ഇല്ല, അച്ഛൻ അടുത്ത കാലത്തൊന്നും വീട്ടിലോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അത് മാത്രോ, ആ പെണ്ണിന്റെ തള്ളയെ ഇപ്പോഴും സൂസൻ ആന്റിയുടെ വീട്ടിൽ പൂട്ടിട്ടിരിക്കുക. ഇനിയെങ്കിലും സത്യം പറഞ്ഞല്ലേ, അവൾ അവനെ കൊണ്ട് എങ്ങോട്ടാ ഒളിച്ചോടിയത്? കടാലിന്റെ കീഴെ പാതാളത്തിൽ ഒരു കൊട്ടാരമുണ്ട്. അത് നിങ്ങ കണ്ടിട്ടുണ്ടോ? അങ്ങോട്ടാ കൊണ്ടുപോയേക്കണേ. ഇവർക്കറിയാം, പറയാത്തതാ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. പോലീസിൽ കയറാൻ പോണത് ആരാണെന്ന് നമുക്ക് കാണാലോ. ഞങ്ങളുടെ മകളെ തട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങ ഇങ്ങോട്ട് വഴി തരാൻ വരണോ? അറിയെങ്കിൽ പറവല്ലേ മിച്ചി, നമുക്ക് അവരെ കണ്ടുപിടിച്ച് 4 ആളുടെ മുന്നിൽ വെച്ച് കെട്ടിച്ചു കൊടുക്കാം. ഇത് നല്ല കൂത്ത്. ഇനി എന്തോ ഒരു കല്യാണോ നടക്കാണ്ട് തറങ്ങാൻ നടത്തി കാണും. നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഇവര്. ഈ തള്ള ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞു വിടുന്ന നല്ലത്. അത് ശരിയാ. പറഞ്ഞു വിട്ടാലൊക്കെ ഉണ്ടാ മകളെ കുഴപ്പം. പെണ്ണില്ലാണ്ട് തുറയിലോട്ട് ചെന്നാലെ കൊണ്ട് തടിമെടുക്കുള്ള ആണുങ്ങ തൊഴയും കൊണ്ട് ഇങ്ങോട്ട് വരും. ഇന്നത്തെ ചാകരെ അറിയാലോ. ഭീഷണിപ്പെടുത്താണോ? എന്നാൽ അവിടെ കട വാ. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനിയും നിങ്ങളൊരു തീരുമാനം പറയായിരുന്ന ബുദ്ധിമുട്ടാ. തമ്പിയും ചെറിയാച്ചനും പറ്റുമെങ്കിൽ നടത്തട്ടെ. ഞാൻ ഇനിയും ട്രൂപ്പുമായിട്ട് സഹകരിച്ചാൽ സുമിത്രയുമായിട്ട് സഹകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. താനില്ലെങ്കിൽ ഞാനുമില്ല. എന്താ ആലോചന കഴിഞ്ഞില്ലേ? പ്രോഗ്രാം ബുക്ക് ചെയ്തവരുടെ നഷ്ടപരിഹാരം കൊടുത്താ നിങ്ങളുടെ പ്രശ്നം തീരും. വർഷത്തിൽ 400 നാടകം കളിക്കുന്ന ട്രൂപ്പിൽ നിന്ന് തന്നെ ഇറക്കിക്കൊണ്ട് വന്നത്. സമിതി തുടർന്ന് നടത്താൻ ഉദ്ദേശമുണ്ടോ? രണ്ടിലൊന്നും ഇപ്പൊ അറിയണം. കൂൾ ഡൗൺ മിസ്റ്റർ അലക്സാണ്ടർ. നാടകം നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം താങ്കൾക്ക് അറിയാവുന്ന. അങ്ങേരുടെ മകൻ നടിയുടെ കൂടെ ഒളിച്ചോടി പോയതിന് ഞങ്ങൾ എന്ത് കഴിച്ചു? നാടകം നടന്നില്ലെങ്കിലേ പട്ടിണിയാവുന്നത് ഞങ്ങളുടെ കുടുംബങ്ങളാ. സീസൺ തുടങ്ങിയതുകൊണ്ട് ഇനി വേറൊരു സമിതിയിൽ കയറി ചെല്ലാൻ പറ്റില്ല. തോന്നുമ്പോ തുടങ്ങാനും തോന്നുമ്പോ വേണ്ടാന്ന് നോക്കാനും ഇതെന്താ സർക്കാർ കാര്യമാണെന്ന് വിചാരിച്ചോ? എന്താ ഇവിടെ? എന്താ അലക്സാണ്ടർ? അയ്യോ, എന്താണെന്ന് എനിക്ക് അറിയില്ലേ. ട്രൂപ്പ് തുടരുന്നോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം. അതറിയാതെ ഈ മുറ്റത്ത് പോകുന്ന പ്രശ്നമേ ഇല്ല. ഇവരെ എന്താ ഇങ്ങനൊക്കെ? എങ്ങനെയെങ്കിലും ഒന്ന് ഇത്രയ്ക്ക് വേണോ അലക്സാണ്ടറെ? സംസാരിച്ചൊരു തീരുമാനം എടുക്കാവുന്ന സംഗതിയല്ലേ ഉള്ളൂ. അവരുടെ അവസ്ഥയോട് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഓ, അത് നീ മനസ്സിലാക്കിയാൽ മതി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ട്രൂപ്പ് നാളെ തുടങ്ങാന്ന് ഉറപ്പ് കിട്ടാതെ ഞങ്ങൾ ഇവിടെ നനങ്ങില്ല.
മിസ്റ്റർ അലക്സാണ്ടർ, ഇവരെ വിളിച്ചോണ്ട് ക്യാമ്പിലേക്കില്ല. ട്രൂപ്പ് തുടരുമെന്ന് ഉറപ്പ് കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോയില്ലെന്ന് പറഞ്ഞില്ലേ? ട്രൂപ്പ് തുടങ്ങും നാളെ തന്നെ. താരയില്ലാതെയോ? അതൊന്നും നിങ്ങൾ അറിയണ്ട. നാളെ തന്നെ ട്രൂപ്പ് തുടങ്ങും. അതുപോലെ ഉറപ്പാണോ? എന്താ 15 രൂപ പത്രത്തിൽ എഴുതി തരണം? അത് ഏതെങ്കിലും മന്ത്രിമാരെ കൊണ്ട് പറയിക്കണോ? പോണം പോണം. വേണ നീ കാര്യമായിട്ട് പറഞ്ഞതാണോ? അതെ. ഈ നാടകം 400-ൽ പരം സ്റ്റേജുകളിൽ കളിക്കുമെന്ന് കരുതി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറെ ആർട്ടിസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. തിരുവാതിര തിയേറ്റേഴ്സ് പിരിച്ചുവിട്ടാൽ ഇവർക്ക് ഈ വർഷം ഒരു ട്രൂപ്പിലും സഹകരിക്കാനാവില്ല. എന്റെ അച്ഛന്റെയും സുഹൃത്തുക്കളുടെയും കുറ്റം കൊണ്ട് ആർട്ടിസ്റ്റുകൾ ആരും ഗതികേടിലാവരുത്. കലാകാരന്മാരെ എന്നും ആദരിച്ചിട്ടുള്ള തറവാടല്ലേ അച്ഛൻ നമ്മളുടേത്. ഓ, സമാധാനമായി. ഇനി ജയൻ വേണം എല്ലാ കാര്യത്തിനും മുമ്പ് നിൽക്കാൻ. അത് മാത്രം പോരാ, എനിക്ക് വീട്ടിലോട്ട് കയറി ചെല്ലാനുള്ള സാഹചര്യം കൂടി ഒരുക്കി തരണം. സതീശൻ അവന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൊണ്ട് പോയതിന് അങ്കിള് വീട്ടിൽ കയറാതിരിക്കേണ്ട കാര്യം എന്താ? അത് സുമിത്രയ്ക്ക് മനസ്സിലാവണ്ടേ? നിങ്ങൾ അന്വേഷിച്ചു പോയിട്ട് വല്ല തുമ്പും കിട്ടിയോ? റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ടവരുണ്ട്. മദ്രാസിലേക്ക് കടന്നെന്നാ തോന്നുന്നത്. ഇനി പുതിയ സിനിമ ഇറങ്ങുമ്പോ ആൾക്കൂട്ട സീനിലങ്ങനെ നോക്കിയാൽ മതി. അയ്യോ, താൻ വിഷമിക്കാതിരിക്കടൂ. 1-2 ആഴ്ച കഴിയുമ്പോ പട്ടിണിയും പരിവട്ടമായിട്ട് അവർക്ക് തിരിച്ചു വരും. ജയൻ എങ്ങനെയെങ്കിലും ആ പെണ്ണുങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് ആ തള്ളയൊന്ന് ഇറക്കി വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ സൂസന്നയുടെ സുവിശേഷം കേട്ട് അവരവിടെ കിടന്ന് ചാവും. രജനി എന്നതായി പറയുന്നത്? ഇറക്കി വിട്ട അവര് കടപ്പുറങ്ങാരം കൂട്ടി വരുമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി. വിടാതിരിക്കുന്നതാ കുഴപ്പം. അവരാഹാരം കഴിക്കാതെ ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അതിന് സമാധാനം പറയണ്ടേ? ഇനി ഇവിടെ നിന്ന് കറങ്ങണ്ട, വേറെ സ്ഥലം വിട്ടു. ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചു പോകുവാന്ന് ആരും കരുതണ്ട. ആ താരപ്പെണ്ണ അവക്കട കെട്ടിയവനെയും കൂട്ടി വരുമല്ല, അപ്പം ഞങ്ങ വരും ഓഹരി മേടിക്കാൻ. ഓ, ഇങ്ങി വന്നേരെ, പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കല്ലേ ഓഹരി മേടിക്കാൻ. ഇന്ന് ആ കിളവിയെ എങ്ങനെ ഇറക്കി വിടുമെന്ന് ആലോചിച്ച് വരികയായിരുന്നു. ഏതായാലും ആ തലവേന ഒഴിഞ്ഞു. രജനി നിർബന്ധിച്ചത് കൊണ്ടാ ഇറക്കി വിട്ടത്. സുമിത്രന്റെ ഒന്നി വന്നേ. പരിവളം പറഞ്ഞ് സത്യമാണോ? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? സാറിന്റെ മിസ്സസിനോട് ജയമോഹൻ വിശദമായിട്ട് സംസാരിച്ചു. സാറിന് വീട്ടിൽ കയറ്റാൻ അവർ സമ്മതിക്കുകയും ചെയ്തു. വിളിച്ച് വീട്ടിൽ കയറ്റിട്ട് പീഡിപ്പിക്കാനുള്ള ഒരു അടവല്ലേ ഇത്? അയ്യോ, അതല്ലെന്ന്. ഇപ്പൊ തന്നെ ഒരു അറ്റാക്ക് വന്ന മനുഷ്യനായതുകൊണ്ട് മകം പോയ വിഷമവും വീട്ടിൽ കയറാൻ പറ്റാത്തതിന്റെ പ്രയാസവും ഒക്കെ ചേർന്ന് രണ്ടാമതൊരു അറ്റാക്കിന് കൂടി സ്കോപ്പ് ഉണ്ടെന്ന് ജയമോഹൻ പറഞ്ഞു. അപ്പോഴാ സാറിന്റെ മിസ്സസ് സമ്മതിച്ചത്. ആന്റി കണ്ണുറക്കെ വരുന്നുണ്ട്. നടക്കുന്നേ, ധൈര്യമായിട്ട് മാറൂ. പറഞ്ഞൊന്നും മറക്കരുത്. ഇതൊരു 2ാം ജീവിതത്തിന്റെ തുടക്കമാണെന്ന് കരുതിയാൽ മതി. ഇനി വലത് കാല് വെച്ച് കേറാം. കേറിയാട്ടെ. കേറി ചെല്ലടോ. പോടോ, നീ വന്നേ. എന്താ അത്? വാ, നീ വന്നേ. നിന്റെ ചേട്ടൻ അടിച്ചോണ്ട് പോയ നടിക്ക് പകരം പാടുപെട്ട് തപ്പിയെടുത്ത നടിയാ. 10-30 പേരുടെ ചോറ. അത് നീ ആയിട്ടിന് മുട്ടിക്കല്ലേ. ക്യാമ്പിന്റെ പരിസരത്ത് കിടന്ന് കറങ്ങാതെ സ്ഥലം വിട്. പോട്ടെ. ഈടെയായിട്ട് നിങ്ങൾ കുറച്ച് കൂടുതലാ. നാടകം തുടങ്ങിയതേ വെള്ളമടിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. താൻ പോയി നാടകം പഠിക്കണോ തമ്പി? ഒന്നുകൂടെ ഒഴിക്കടാ കുറ്റാനം കട്ടികൃഷ്ണ. ജയന്തി ഒരു കൊടുങ്കാറ്റ് പോലെ നിക്ക. അച്ഛൻ നമ്പൂതിരി ഇവിടെ ഇല്ല. ആനക്കാരന് കുറച്ച് ഏറനുണ്ട് കുറുമ്പ്.
ഈ ത്രിസന്ധ്യ നേരത്ത് തോട്ടിയും തൂക്കി പൂമുഖത്തേക്ക് വരാൻ അച്യുതൻ നായർക്ക് എങ്ങനെ ധൈര്യം വന്നു? ആ ഇനി കുട്ടി പറയൂ. ആനക്കാരൻ അച്ചു വന്നാലും ഞാൻ ആ തോട്ടിങ്ങോട്ട് തരൂ. നിക്ക അച്ഛൻ നമ്പൂരി ഇവിടെ ഇല്ല. അച്ഛൻ നമ്പൂരി ഇവിടെ ഇല്ല. ആനക്കാരന് കുറച്ച് ഏറനുണ്ട് കുറുമ്പ്. ആനക്കാരന് കുറച്ച് ഏറനുണ്ട് കുറുമ്പ്. ഈ ത്രിസന്ധ്യ നേരത്ത് തോട്ടിയും തൂക്കി പൂമുഖത്തേക്ക് വരാൻ ഈ ത്രിസന്ധ്യ നേരത്ത് തോട്ടിയും തൂക്കി പൂമുഖത്തേക്ക് വരാൻ അച്യുതൻ നായർക്ക് എങ്ങനെ ധൈര്യം വന്നു? അച്യുതൻ നായർക്ക് എങ്ങനെ ധൈര്യം വന്നു? ആനക്കാരൻ തോട്ടിയും കൊണ്ടല്ല അത് തൂമ്പിയും കൊണ്ട് വരാൻ ഒക്കോ കുഞ്ഞെ? മര്യാദയ്ക്ക് ഇറങ്ങി പോകാനാ പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റേ കണ്ണത്തോടെ നീ മേടിക്കും. അവിടെ അല്ലടോ ഇവിടെ. ഇറങ്ങി പോകാൻ. ഓടി പുല്ലേ, നീ വലിയ പതിവ്രതം ചമയണ്ട. അലക്സാണ്ടർ ഫീൽഡിൽ വന്നിട്ട് കാലം കുറച്ചായി. എനിക്കറിയാം നിന്റെ ചരിത്രം. എന്താ മോളെ? ആ അലക്സാണ്ടർ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. ആഹാ, ഇതൊന്ന് ചോദിച്ചിട്ടെന്റെ കാര്യം. അവന്റെ ജാടയും പത്രാസും. എന്താ ഓടനാവട്ടം? അട്ടക്കുളകർ മാഷേ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇങ്ങനത്തെ അവന്മാരുള്ള ട്രൂപ്പിൽ സഹകരിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സ്ത്രീക്ക് വലുത് അവളെ ചാരിത്രമാണ്. അത് ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചു. ഇനി ഞാൻ വിശ്വസിച്ച് എങ്ങനെ ഇവിടെ കഴിയും? ആ അലക്സാണ്ടറിന് ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല. കാണിച്ച് ഭയങ്കര ചീപ്പായി പോയി. അതെ, ചീപ്പായി പോയി. അത് എന്ത് പ്രായച്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? ആ കുട്ടിയോട് ആ മാപ്പ് പറയണം. അലക്സാണ്ടർ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ഒന്നുമല്ല. പക്ഷെ അതിന്റെ പേരിൽ അലക്സാണ്ടർ ഇതുവരെ ആരോട് മാപ്പ് പറഞ്ഞിട്ടില്ല. പറയിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്റെ കരണത്തടിച്ചതിന് അവൾ എല്ലാവരും മുമ്പിൽ വെച്ച് എന്നോട് മാപ്പ് പറയണം. അല്ലാതെ അലക്സാണ്ടർ സ്റ്റേജിൽ കയറുന്ന ആരും കരുതണ്ട. ആ ഒരു കാര്യം, അവൾ മാപ്പ് പറയാൻ തയ്യാറാണെങ്കിൽ ആളയച്ചാ മതി, ഞാൻ വീട്ടിൽ കാണും. യോഗം ഇത് വാർദ്ധക്യ പുരാണം, ഇതിലെല്ലാം പുലിവാല് കൊല്ലാപ്പിൻകാലം അത് ചൊല്ലാനും നാണം, ഇനി എന്തെല്ലാം രജനി മാപ്പ് പറയാതെ അവൻ നാളെ സ്റ്റേജിൽ കയറില്ലെന്ന് പറഞ്ഞാ പോയിരിക്കുന്നത്. അലക്സാണ്ടർ പറഞ്ഞതാ. രജനി എന്തിനാ മാപ്പ് പറയുന്നത്? മര്യാദയായിട്ട് കാണിച്ച അവനല്ലേ? നാടകത്തിൽ അങ്ങനെ മര്യാദയുടെ ഒന്നുമില്ല. എന്റെ കർത്താവ്, നാളത്തെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത് പോലീസ് അസോസിയേഷനാ. നാടകം നടന്നില്ലെങ്കിൽ ഇടികൊണ്ട് ചുരുളും. എന്റെ ദൈവമേ, ആകെ പൊല്ലാപ്പായല്ലോ. അതെ, ഇതിനിറങ്ങി തിരിക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. നാളെ തട്ടേ കയറ്റാൻ ഈ മൂക്കേ മുഹൂർത്തത്തിൽ ആളെ തപ്പിയെടുക്കാൻ പറയരുത്. അത് ബുദ്ധിമുട്ടാ. എന്നാ പിന്നെ എല്ലാവർക്കും കൂടി സ്റ്റേഷനിൽ കയറി കിടക്കാം. ബന്ധപ്പെട്ട് ഓരോ കുറി കഴിക്കും തോറും സംഗതി പിന്നെ കുരുങ്ങണല്ലോ. അത് തന്നെയാണല്ലോ നാടകത്തിന്റെ പേരും, ഊരാ കൊടുക്കൽ. അറം പറ്റുമെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അല്ല അത് പിന്നെ എരുതിയിൽ എണ്ണ ഒഴിക്കാതെ എന്തെങ്കിലും പരിഹാരം പറയേണ്ടി ചെയ്യാ. ഞാൻ കാരണം നാടകം മുടങ്ങണ്ട. കുട്ടിക്കൃഷ്ണൻ അയച്ച് അയാളെ വിളിപ്പിക്കൂ. ഞാൻ മാപ്പ് പറയാം. അത് ശരിയാ. ഇപ്പൊ തന്നെ അലക്സാണ്ടർ ബസ് സ്റ്റാൻഡിൽ കാണും. ഞാൻ കയ്യോടെ പിടിച്ചോണ്ടാ. കുട്ടിക്കൃഷ്ണൻ നിൽക്ക്. അവനെ രജനി തല്ലുവിൽ ഒരു തെറ്റുമില്ല. അലക്സാണ്ടറോട് രജനി മാപ്പ് പറയുന്നത് നമ്മളെല്ലാവരും അവന്റെ മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യവാ. അത് ശരിയാ. ഒന്ന് വഴങ്ങി കൊടുത്താലേ മുട്ടുസൂചി കുത്തേണ്ടടുത്ത് കട്ടപ്പാറ കയറ്റുന്നവനവൻ. നമ്മളങ്ങനെ ചുഴിഞ്ഞു നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. രജനി മാപ്പ് പറയാന്ന് പറഞ്ഞല്ലോ, എത്രയും വേഗം സംഗതി സോൾവ് ചെയ്യാൻ നോക്ക്. ഇല്ല, രജനി മാപ്പ് പറയുന്നില്ല. പിന്നെ നാടകം നടക്കും. അതിന് വഴിയുണ്ടാക്കാം.